ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മാനുവൽ ഗിയർ ബോക്സ് ആണ് ലാൻഡ് ക്രൂയിസറിൻ്റെ 4x4 ഗിയർ ബോക്സ് അഴിച്ചു മാറ്റിയത് ഗിയർ ബോക്സ് മാത്രമുള്ള. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ നാലാമത്തെയും ഗിയർ ഭയങ്കര ടൈറ്റും ന്യൂട്രൽ കടന്നാലും ചില സമയത്ത് ഗിയർ ഇല്ലാകുന്ന പോലെ അവസ്ഥയാണ്. അതിൻ്റെ ഓയിലിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ, നല്ലോണം കുറുകി എന്താ അവസ്ഥ, കളറൊക്കെ ഉണ്ടോ. ഇതാണ് അതിൻ്റെ ബാക്കിൽ വരുന്നതാണ് അതിൻ്റെ ഓയിൽ പമ്പ്. 6 ബോൾട്ടുകൾ 12 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ തട്ടി ഇളക്കിയാൽ മതി. ഇതാണ് അതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഓയിൽ പമ്പിൻ്റെ അത്. ഈ സംഭവം കണ്ടോ, ഈ 2 വെട്ടിലാണ് ആ ഗിയറിൻ്റെ ഷാഫ്റ്റിലും ചെറിയ 2 പിന്നാണ്. ഈ 2 വെട്ടുണ്ടോ, അതുപോലെ 2 പിന്ന്, ചെറിയ 2 പിന്ന് ആ ഗിയറിൻ്റെ ഷാഫ്റ്റിലും ചെറിയൊരു ഹോളിലായിട്ട് ഇങ്ങനെ കിടക്കണം. ഇതാണ് ആ 2 പിന്ന്. ഇങ്ങനെ കിടന്നാണ് ഇത് കറങ്ങുന്നത്. ഷാഫ്റ്റ് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഗിയറും കിടന്ന് ഇറങ്ങും. അങ്ങനെയാണ് ഓയിൽ പമ്പ് വർക്കാകുന്നത്. ഇതാണ് അതിൻ്റെ മറ്റേ ക്ലച്ചിൻ്റെ റിലീസ് ബെയറിങ്ങിൻ്റെ മറ്റേ ഫോർക്കും റിലീസ് ബെയറിങ്ങും ഒക്കെ കിടക്കുന്ന സംഭവമാണിത്. ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു സീല് വരും. നമ്മുടെ ക്ലച്ച് സൈഡിൽ നിന്നും ആ ഗിയർ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നും കൂടെ ആ ഗിയറിൻ്റെ ഓയിൽ ലീക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സീലിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ്. ചെറിയൊരു സീലാണ്. പിന്നെ 2 ലോക്ക് വരുന്നുണ്ട്, സർക്കിൾ ലിപ്പ് ലോക്ക് വരുന്നുണ്ട്, അതും തട്ടിയെടുക്കുക. ഇതിൻ്റെ ബാക്കിലൊരു കവർ വരുന്നുണ്ട്. ആ കവറിൻ്റെ അകത്തൊരു ഗിയർ കാണാം. അതിനുവേണ്ടിയാണ് ഈ ഓയിൽ പമ്പ് കൊടുത്തേക്കുന്നത്, ആ ഒരു ഗിയറിന് വേണ്ടി മാത്രമേ. ഇതാണ് അതിൻ്റെ റിവേഴ്സ് ഗിയർ വരുന്നത്. ഈ 3 ഗിയർ വരുന്ന സംഭവമാണെങ്കിൽ അത് റിവേഴ്സ് ഗിയർ ആയിരിക്കും, നല്ല കറക്കം കറക്റ്റ് കിട്ടത്തുള്ളൂ. അതിൻ്റെ പരിപാടികളൊക്കെയാണത്. അതിൻ്റെ അകത്ത് ചെറിയ ലോക്കുകൾ ഇതാണ് അതിൻ്റെ സ്റ്റെയിനറാണ് ഓയിൽ പമ്പ്. ഇതുവഴി വലിച്ചെടുക്കുക, വെട്ടി കൂടെ വലിച്ചെടുത്തിട്ട് ആ ബാക്കിലിരിക്കുന്നതാണ് ഓയിൽ പമ്പ്. ആ ഒരു സ്ഥലത്താണ് ഓയിൽ പമ്പ് ഇരിക്കുന്നത്. അതിൽ കൂടെ എടുത്തിട്ട് ആ ചെറിയൊരു ഹോൾ ഉണ്ടോ, അതിൽ കൂടെ സ്പ്രേ ചെയ്ത് ഈ ഗിയറിലോട്ട്, ഈ ബാക്കിൽ വരുന്ന ആ ഗിയറിലോട്ട് മൊത്തം ലൂബ്രിക്കൻ്റ് ചെയ്യുന്ന ആ ഗിയർ ഓയിൽ വെച്ചിട്ടാണ്. മറ്റേ അകത്ത് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയറിൽ ഓയിലിൽ മുങ്ങി കിടക്കുകയാണ്. അപ്പം അങ്ങനെ തെറിപ്പിച്ചോളം തന്നെ ആ ഗിയറിന് പിന്നെ സെപ്പറേറ്റ് ഓയിൽ പമ്പ് ആവശ്യമില്ല. ഇതാണ് അതിൻ്റെ ഗിയർ ലിവർ വരുന്ന സംഭവം. അപ്പോൾ ഇതുണ്ട്, ഈ ഗോൾഡ് കളറിലൊരു സംഭവം കണ്ടോ, അതാണ് ഈ സിങ്കനൈസർ എന്ന് പറയുന്നത്. ആ സംഭവമാണ് നമുക്ക് ഗിയറൊക്കെ സ്മൂത്തായിട്ട് ഇടാൻ പറ്റുന്നത്, പെട്ടെന്ന് ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ 4-ാമത്തെയും 3-ാമത്തെയും ഗിയറാണത്. ഓയിലൊക്കെ കയറി ഓയിലൊക്കെ കുറുകി കയറിയിരുന്ന് നാശമായിട്ട് അടഞ്ഞിരിക്കുന്ന സംഭവമുണ്ട്. ഗിയർ ബോക്സിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, 50 കിലോനുണ്ട് ഈ ഇത്രയും ഒരു സംഭവം തന്നെ. ഇതാണ് അതിൻ്റെ ഗിയർ റിവേഴ്സ് ഗിയർ വരുന്ന സംഭവം. അപ്പോൾ അതിങ്ങനെ പതുക്കഞ്ഞിട്ട് അഴിച്ച് മാറ്റുക. ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളുണ്ട്. അതിൻ്റെ ആ ഒരു ഫോർക്ക് ഉണ്ടോ, ഇതാണ് സംഭവങ്ങൾ. ആ ഒരു ഗിയറിൻ്റെ അകത്ത് വരുന്ന ഇപ്പം റിവേഴ്സ് ഗിയറാണ്. അതിൻ്റെ ഈ സംഭവമാണ് സിങ്കനൈസർ. അതിൻ്റെ ഗ്രൂവൊക്കെ കണ്ടോ.